പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ അഞ്ചു പ്രതികളുടെ ജാമ്യമാണ് കോടതി തള്ളിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? മനോജ്, ശ്രീജിത്ത്, ഷെഫിൻ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. ഈ അഞ്ചുപേരും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലായവരാണ്. ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3ന്റെ ഉത്തരവ് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായി കാണണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. രാജ്യദ്രോഹി ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആക്രമണമെന്നും കോടതി നിരീക്ഷിക്കുന്നു. എന്നെ പറഞ്ഞാൽ മതി, നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. ആ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകും. മാത്രമല്ല, ഈ പ്രതികൾക്കും മറ്റുള്ളവർക്കും സമാന കുറ്റകൃത്യം ആവർത്തിക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യും. വാസുവണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ കേട്ട് വിളിച്ചോണ്ട് വന്നല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുളം പിടിച്ച സ്ഥലമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോനെ. പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം കാറുകൾ വാടകയ്ക്കെടുത്തതാണ്. അത് നശിപ്പിക്കപ്പെട്ടത് പൊതുമുതൽ നശീകരണ വകുപ്പിൽ പെടില്ല എന്നുള്ളതായിരുന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്നാൽ കോടതി പറയുന്നത്, ഒരു വാഹനം കേന്ദ്ര സർക്കാർ സ്ഥാപനം വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ആ സർക്കാരിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ച കുറ്റം നിലനിൽക്കുമെന്നാണ്.